നമസ്കാരം. തിരുനാൾ പെരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ദേവാലയങ്ങളെയാണ് ഈ ദിവസങ്ങളിൽ തിരുനാൾ പെരുമ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 8 നോൻപിൻ്റെ ധ്യാനാത്മകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കോതമംഗലം രൂപതയിലെ കൊച്ചുനാഗപ്പുഴ എന്നറിയപ്പെടുന്ന കുട്ടമ്പുഴ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ തിരുനാൾ ആഘോഷത്തിൻ്റെ പ്രത്യേകതയും ഒക്കെയാണ്. ഇതൊരു മലയോര കാർഷിക മേഖലയാണ്. 1957 കാലഘട്ടങ്ങളിലാണ് ഈ പ്രദേശത്തിലേക്ക് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നത്. അക്കാലത്ത് ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഏതാണ്ട് 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞായപ്പള്ളി സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ വിശ്വാസപരമായ മതപരമായ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. അവിടുന്ന് വികാരി അച്ഛന്മാർ വന്ന് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ഏതാണ്ട് 1965 കാലഘട്ടങ്ങളിലാണ് ഇവിടെ സ്ഥലം മേടിക്കുകയും പിന്നീട് ദേവാലയം ഇവിടെ സ്ഥാപിക്കുകയും 1969 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് അന്ന് മെത്രാനായിരുന്ന അഭിമന്യ മാത്യു മാർ പോത്തനാമൂഴി പിതാവിൻ്റെ കൽപ്പനപ്രകാരമാണ് ഇവിടുത്തെ ആദ്യത്തെ വിശുദ്ധബലി അർപ്പിക്കപ്പെടുന്നത്. പിന്നീട് ഇന്ന് കാണുന്ന ദേവാലയം 2008 ആശീർവദിച്ചത് അന്ന് മെത്രാനായിരുന്ന ജോർജ് പുന്നക്കോട്ടിൽ പിതാവാണ്. ഏതായാലും നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് ഈ ദേവാലയത്തിൻ്റെ ചരിത്രവും തിരുനാൾ ആഘോഷത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ ഇടവക വികാരിയിൽ നിന്നും ഇവിടുത്തെ ഇടവക സമൂഹത്തിൽ നിന്നുമൊക്കെ നമുക്ക് തിരിച്ചറിയാം. ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിൻ്റെ മുൻപിൽ നമുക്ക് മനോഹരമായൊരു പിയാത്ത ശില്പം ഇവിടെ കാണാം. ഇവിടുത്തെ ഒരു ഗ്രോട്ടോയാണ്. ഏതായാലും മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന യേശുനാഥൻ്റെ മനോഹരമായ ശില്പം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. കുട്ടമ്പുഴ ദേവാലയത്തിൻ്റെ മദ്ബഹയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇടവക പള്ളിയെക്കുറിച്ചും തിരുനാളിനെക്കുറിച്ചും പറയാനായിട്ട് ഇടവകാംഗങ്ങളായിട്ടുള്ള കുറച്ച് പേരെത്തിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ നമ്മോട് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ഇടവകയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി വർഷം മുമ്പ് ഞായപ്പള്ളി നീരോലിക്കൽ അച്ഛൻ ഇടവ വികാരി ആയിരിക്കുമ്പോഴാണ് ഈ പള്ളിയല്ല ഇതിൻ്റെ അടുത്തൊരു പള്ളി സ്ഥാപിച്ചത്. അതിനു മുമ്പ് ഈ ഇടവകയിൽ ഇല്ലി കൊണ്ടൊരു കുംഭം വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുരിശ് ആകൃതിയിൽ ഒരു കുരിശ് വെച്ചിട്ട് അതിനൊരു തുളയുണ്ടാക്കിയിട്ട് അതിനകത്ത് പൈസ ഇട്ടിട്ടാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും വനത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പോകുമ്പോൾ അമ്മയെ ഞങ്ങൾ മലയ്ക്ക് പോകുന്നു, ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. 8 നോയമ്പ് പെരുന്നാൾ നാഗപ്പുഴ ഉള്ള വരുമ്പോൾ ഇല്ലിപ്പണ്ണാരക്കുറ്റിയിൽ നിന്നും പൈസ എടുത്ത് കുറേ ആളുകൾ അവിടെ കൊണ്ടുപോയി നേർച്ചയിട്ട് അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. ഞാൻ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പാടുന്ന ഒരു പാട്ടുണ്ട്. കുട്ടമ്പുഴ പള്ളിയിൽ പെരുന്നാള്, ഞങ്ങളുടെ അമ്മയുടെ തിരുനാള്, ഞങ്ങളുടെ അമ്മയുടെ പിറന്നാള്, നോമ്പ് നോക്കിയും കുർബാന കണ്ടും ആസ്വദിക്കും ഞങ്ങള്, കുർബാന കണ്ടും നോമ്പ് നോക്കിയും ആഘോഷിക്കും ഞങ്ങള് എന്ന് പാടാറുണ്ട് കുട്ടികൾ. ശരിക്കും പറഞ്ഞാൽ കുർബാന കണ്ടിട്ടും അതുപോലെ തന്നെ നോമ്പ് നോക്കി 8 നോമ്പ് നോക്കി ഇവിടെ നിറച്ച് ജനങ്ങളായിരിക്കും ധ്യാനത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കുമായിട്ട് ആ സമയത്ത് വരുന്നത്. ജപമാല ചൊല്ലിയും അതുപോലെ എല്ലാ കാര്യങ്ങളും മാതാവിനെ സമർപ്പിച്ചുകൊണ്ടും എല്ലാവരും എല്ലാ സമയത്തും ഇവിടെ കാണും. ആ 8 നോമ്പിൽ പുറത്തുനിന്ന് ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, പുറത്തുനിന്ന് അനേകം ആൾക്കാർ ഇവിടെ വന്ന് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സാമീപ്യവും അനുഭവിച്ചു പോകുന്നു. കർത്താവിന്നമ്മയാമരിയെ എന്നും മക്കൾ തന്നാലംബമേ, കുട്ടമ്പുഴയ്ക്കെന്നും കാവലായി നിൽക്കുന്ന
നിത്യസഹായനാഥേ. കർത്താവിന്നമ്മയാമാമരിയെ എന്നും മക്കൾ തന്നാലംബമേ. കുട്ടമ്പുഴയ്ക്കെന്നും കാവലായി നിൽക്കുന്ന നിത്യസഹായനാഥേ. കൊച്ചുനാഗപ്പുഴയമ്മേ ഞങ്ങളെ നിത്യവും കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ അമ്മ ഞങ്ങളെ ചേർക്കണമേ. കൂപ്പ് വെട്ടി ആൾക്കാർ ഇവിടെ കയ്യേറി താമസം തുടങ്ങി. അപ്പോൾ ആനയുടെ ശല്യം ഭയങ്കര ശല്യമായി, ആൾക്കാരെ കിടത്തില്ലാണ്ടായി. അന്നേരം എല്ലാ ആൾക്കാരുടെയും കൂടി പറഞ്ഞു, നമുക്ക് ഇവിടെ നാവപ്പഴ അമ്മയുടെ ഒരു കുരിശ് ഈ കവലയ്ക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. നാനാജാതി മസ്തർ കൂടി ഒരു ഇല്ലി കൊണ്ട് കുരിശുണ്ടാക്കി അവിടെ കുഴിച്ചിട്ടു. ഒരു ഇല്ലിക്കുമ്പം ഭണ്ണാരമായിട്ട് കുഴിച്ചിട്ട് അങ്ങനെ ആൾക്കാർ വന്ന് വൈകുന്നേരം മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ആൾക്കാർ വൈകുന്നേരം വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ ഇവിടെയുള്ളവർ കാട്ടിൽ പോയാണ് ഒരു ഈറ്റ വെട്ടാനും മുള വെട്ടാനും ചൂരവള്ളി എടുക്കാനും ഒക്കെ പോണത്. അത് അവർ പോകുമ്പോൾ ഇവിടെ വന്നേച്ച് ഈ കുരിശിക വന്ന് നേർച്ചയിട്ടേച്ച് അമ്മയെ ഞങ്ങൾ മലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ പോകും. അവർ പോയി തിരിച്ചു വരുമ്പോൾ ഈ വള്ളിക്ക് പോയേക്കണവർ ഒരു കൊട്ട അവിടെ വെച്ച് തന്നെ കെട്ടി കൊണ്ടുവന്ന് ഈ കുരിശിങ്ങ വയ്ക്കും. അതുപോലെ ഈറ്റ വെട്ടാൻ പോയാൽ ഏറ്റവും വലിയ കോല് ഈറ്റ ഇവിടെ കൊണ്ടുവന്ന് ചാരി വയ്ക്കും. അന്നിവിടെ പരിമിതത്താണ്. ആൾക്കാർ ലേലം ചെയ്ത് അത് കൊണ്ടുപോകും. അത് കൊണ്ടുപോയി ലേലം ചെയ്ത് ആ പൈസ ഈ ഇല്ലിക്കുമ്പത്തിൽ ഇടും. അത് കഴിഞ്ഞ് അങ്ങനെ സ്വരുക്കൂട്ടി ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി. കോതമംഗലം രൂപതയിലെ മാതാവിൻ്റെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത് അന്നും ഇന്നും നാഗപ്പുഴ പള്ളി തന്നെയാണ്. ആ നാഗപ്പുഴയുടെ പേര് ഈ പള്ളിക്ക് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കൊച്ചു നാഗപ്പുഴ എന്ന പേരും കൂടി ഈ പള്ളിക്ക് ഉണ്ട്. കുട്ടമ്പുഴ പള്ളി എന്ന് പറയുന്നത് തന്നെയും ഇപ്പോഴും പഴയ ആൾക്കാർ അറിയാതെ പറഞ്ഞു പോകുന്നത് കൊച്ചു നാഗപ്പുഴ പള്ളി എന്നാണ്. കാരണം നാഗപ്പുഴ മാതാവ് എന്ന് പറയുന്നത് കുട്ടമ്പുഴയും മാതാവും കൂടിയായിരുന്നു കണക്കാക്കിയിട്ടുള്ള ഒരു ദേവാലയമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം നാനാജാതി മതസ്ഥർ, അതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടുത്തെ പ്രദർശനത്തിന് പങ്കെടുക്കുന്നത് എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രത്യേകത. നേർച്ച കാഴ്ചകൾക്കായാലും സഹകരിക്കുന്നത് നമ്മൾ ഒരിക്കലും കാണാത്ത പല ദേവാലയങ്ങളും. എനിക്ക് സംശയമുണ്ട് നാഗപ്പുഴ പള്ളിയിൽ ഇത്രയും ഉണ്ടോയെന്ന് സംശയമുണ്ട്. കാരണം നാഗപ്പുഴ തനി ക്രിസ്ത്യൻ ഏരിയ, പക്ഷേ ഇത് അങ്ങനെയുള്ള ഏരിയ അല്ല. എങ്കിലും എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കൊച്ചുമകൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് വിടാനായിട്ട് ഞങ്ങൾക്കൊരു നിർവാഹവും ഇല്ല. അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാലും 2 പ്രാവശ്യം ബാംഗ്ലൂർക്ക് കൊച്ചിനെയും കൊണ്ട് പോയി, നടന്നില്ല. പിന്നെ ഇവിടെ വന്ന് 1 മാസത്തിനകം കൊച്ചിനെ വിളിക്കുകയും ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും. ഒരു പശു മേടിച്ചാലും ഒരു ആട് മേടിച്ചാലും ആ പശുവിനെ കറക്കണമെങ്കിൽ പോലും അമ്മേനെ പ്രതീക്ഷിച്ച് അമ്മേനെ തൊട്ട് നമസ്കരിച്ചാൽ ഞങ്ങൾ ഒരു പശുവിനെ ആണെങ്കിലും കറക്കാറുള്ളൂ. ഏതിലെ പോയാലും കാട്ടിൽ പോയാലും റോട്ടിൽ പോയാലും ഏതിലെ പോയാലും അമ്മയാണ് ഞങ്ങളുടെ സഹായം. അമ്മേ ഞങ്ങൾ മലയ്ക്കു പോകുന്നു, നിൻ കാരുണ്യമേകണമേ. പ്രാർത്ഥന കേട്ടു നീ മക്കളെ കൈകളാൽ ചേർത്തു പിടിച്ചു നയിക്കണമേ. കൊച്ചുനാഗപ്പുഴയമ്മേ ഞങ്ങളെ നിത്യവും കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ അമ്മ ഞങ്ങളെ ചേർക്കണമേ. കൊച്ചുനാഗപ്പുഴയമ്മേ ഞങ്ങളെ നിത്യവും കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ അമ്മ ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങൾ 3 പേര് ഇവിടുത്തെ കൈക്കാരന്മാരാണ്. മാതാവിൻ്റെ ജന്മത്തിരുനാളിൻ്റെ ഒരുക്കത്തിലാണ് ഇടവക മുഴുവനും. എല്ലാ വർഷവും ഇവിടെ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരികയും
മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ മേടിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയമാണിത്. ഞങ്ങളുടെ ഈ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ മാതാവും നമുക്ക് വളരെയേറെ ചൊരിയുന്നുണ്ട്. അതിനായി അദ്ദേഹം ഒരുപാട് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ കൊച്ചുനാഗപ്പുഴയെ ഇതിൻ്റെ കൈക്കാരനായി 2ാം വർഷവും സേവനമനുഷ്ഠിക്കാൻ അനുഗ്രഹം ലഭിച്ചതിൽ വളരെയേറെ ഞങ്ങൾ സന്തുഷ്ടരാണ്. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊച്ചുനാഗപ്പുഴ പള്ളിയിൽ ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ് ഈ വരുന്ന പെരുന്നാൾ. 1 മുതൽ 8 വരെ നടക്കുന്ന ഈ പെരുന്നാളിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ പെരുന്നാളിൽ 4 പിതാക്കന്മാർ സംബന്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിതാവ് ജോർജ് വളത്തിക്കണ്ടത്തിൽ പിതാവ്, കൂടാതെ മറ്റ് പിതാക്കന്മാരായ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ, ജോസ് പുത്തൻവീട്ടിൽ, സിൽവസ്റ്റർ പൊന്നുമുത്തൻ, ഇങ്ങനെ 4 പിതാക്കന്മാരാണ് ഈ തിരുനാളിൽ സംബന്ധിക്കുന്നത്. ഇത് നാനാ ജാതി മതസ്ഥരുടെ ഒരു ഉത്സവമാണ് ഈ പെരുന്നാൾ. 7ഉം 8ഉം തീയതികളിൽ നടത്തപ്പെടുന്ന ഈ തിരുനാളിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോർജ് മണ്ഡപത്തിക്കുടിയിൽ. ഞാൻ ഈ ദേവാലയത്തിൽ 50 വർഷത്തിലധികമായി ദേവാലയ ശുശ്രൂഷയായി സേവനം ചെയ്യുകയാണ്. ഈ ഇടവകയിൽ വന്നിട്ടുള്ള എല്ലാ വികാരിമാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഇടവക ദേവാലയം രാവിലെ തുറന്നതിന് ശേഷം വൈകുന്നേരം അടയ്ക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ അനേകം പേർ ഇവിടെ വന്ന് മാതാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കുവാനിടയായിട്ടുണ്ട്. ഈ ദേവാലയത്തിലെ ഈ പ്രധാന തിരുനാൾ ദിവസങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. രോഗത്തിൻ പീഡയാൽ മാനസവ്യാധിയാൽ ഞങ്ങൾ തളർന്നിടാതെ അങ്ങേ വിമല ഹൃദയത്തിലെന്നും കാത്തുപാലിക്കുക മേരിയമ്മേ. കൊച്ചുനാഗപ്പുഴയമ്മേ ഞങ്ങളെ നിത്യവും കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ അമ്മ ഞങ്ങളെ ചേർക്കണമേ. കൊച്ചുനാഗപ്പുഴയമ്മേ ഞങ്ങളെ നിത്യവും കാത്തിടണേ. പുത്രനാമേശുവിൻ സന്നിധിയിൽ അമ്മ ഞങ്ങളെ ചേർക്കണമേ. ഏതാണ്ട് 1957 മുതലുള്ള ഒരു ചരിത്രം ഈ ഇടവകയുടെ പിന്നിൽ കിടപ്പുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ കാർഷിക വൃത്തി മാത്രം മുന്നിൽ കണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വന്ന് ഈ പ്രദേശത്തിൻ്റെ പ്രകൃതിയോട് ഇണങ്ങി ഇവിടുത്തെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവർ മുൻപോട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1987 മുതലാണ് ഒരു വൈദികൻ സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഇടപെടലിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ തണലിൽ മുൻപോട്ട് പോകാനായിട്ട് തുടങ്ങിയത്. അതിനു മുൻപ് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം അയൽ ഇടവകയിൽ നിന്ന് വന്ന് ഇവിടെ ഇടവക മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 1 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്ന ആ ദിവസങ്ങൾ വലിയ സന്തോഷത്തിൻ്റെ, വലിയ സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ, അത് കേവലം ഇടവാംഗങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ അംഗങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കും. കാരണം കുട്ടമ്പുഴയാണ് ഏറ്റവും വലിയ പഞ്ചായത്ത്. കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രദേശം, കാരണം വിസ്തൃതിയുടെ കാര്യത്തിലും അതുപോലെ അംഗസംഖ്യയുടെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് നാനാജാതി മതസ്ഥരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാടിനുള്ളിൽ വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരുൾപ്പെടെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള സമയത്ത് സാധാരണ ഇവിടെ എപ്പോഴും നടത്തപ്പെടുക. എപ്പോഴും മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടുത്തെ ജനത്തെ സംബന്ധിച്ച് ആ ഒരു വചനത്തെ തന്നെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അത് പല ആവർത്തി ഞാനിവിടെ വന്നിട്ട് കേൾക്കുകയും എൻ്റെ ഉള്ളിൽ തന്നെ അത് രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. അമ്മേ, ഞങ്ങൾ മലയ്ക്ക് പോകുന്നു. അപ്പം ഈ ഒരു വാചകത്തിനകത്ത് എല്ലാം ഉണ്ട്. കാരണം ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാടിൻ്റെതായിട്ടുള്ള രൂക്ഷാവസ്ഥകളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്.
ഇനി പോയാൽ തിരിച്ചു വരുമോ എന്ന് അറിയാൻ പാടില്ലാത്ത സാഹചര്യമുണ്ട്. കാരണം ഈറ്റ വെട്ടാനും മറ്റു പണികൾക്കുമൊക്കെ ആയിട്ട് ഇവർ ഈ കാട്ടിലേക്ക് കയറി പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആകെ ആശ്രയിക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കൊച്ചു നാഗപ്പുഴ എന്ന് പറയുന്ന ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട്. അപ്പോൾ ഈ കുരിശുപള്ളിയുടെ ചരിത്രം അവിടെ അട്ടിക്കളം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ അട്ടിക്കളം എന്ന് പറയാനുണ്ടായ സാഹചര്യം, പണ്ട് കാട്ടിൽ നിന്ന് തടിവെട്ടി അവിടെ കൊണ്ടുവന്നിട്ടാണ് അട്ടിയാക്കി ഇട്ടു. അതാണ് അതിൻ്റെ ഒരു പിന്നണിയായിട്ട് നിൽക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ഒരു ചെറിയ കുരിശുപള്ളി, ഇപ്പോൾ കുരിശുപള്ളി ഉണ്ട്, പണ്ട് വെറും ഇല്ലിയൊക്കെ നാട്ടി ഒരു കുംഭമൊക്കെ ആയിട്ട് ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പൈസ ഇടുന്നു. അപ്പോൾ ഈ പൈസ നമ്മുടെ നാഗപ്പുഴ പള്ളിയിലെ തിരുനാളിൻ്റെ സമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയി നാഗപ്പുഴ കൊടുക്കുന്നു. അങ്ങനെയാണ് കൊച്ചു നാഗപ്പുഴ എന്നൊരു പേര് തന്നെ വരാനായിട്ട് ഇടയായത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോഴും ആദ്യ സമയങ്ങളിൽ ഇവിടെ നിന്ന് ഈറ്റ വിട്ടാനായിട്ട് ആളുകൾ കാട്ടിലേക്ക് പോകുമ്പം അവിടെ വന്ന് അമ്മേ ഞങ്ങൾ മലയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ആളുകൾ കോതമംഗലത്തേക്ക് പോകുമ്പോഴും തൊടുവഴിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് പോകുമ്പോഴും എറണാകുളം പോകുമ്പോഴും ഒരു ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇവിടെ വന്ന് നിന്ന് വെച്ച് അത് നാനാജാതി മതസ്ഥൻ, അമ്മേ ഞങ്ങൾ മലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു നിമന്ത്രണം അത് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്, സാഹോദര്യമാണ്, സൗഹൃദമാണ്. അപ്പം ആ ഒരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മ നടമാടുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അതതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ് തിരുനാൾ ആഘോഷത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മൊത്തമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ എല്ലാ വെള്ളിയാഴ്ചയും ഇടതടവില്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ ജപമാല പ്രാർത്ഥന തുടങ്ങും. 10:30 മണി മുതൽ 11 മണി വരെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. 11 മണിക്ക് ആഘോഷമായ ഒരു കുർബാന, ഒരു ചെറിയ സന്ദേശം ഉണ്ടാവും. തുടർന്ന് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. പരിശുദ്ധ അമ്മയുടെ നവനാൾ പ്രാർത്ഥന ചൊല്ലും. 1 മണിയോടുകൂടി സമാപിക്കും. ആ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ചൂടൻ കഞ്ഞിയും ചെറിയൊരു അച്ചാറും. വെറുതെ പറഞ്ഞവസാനിപ്പിക്കുന്നതിനപ്പുറത്ത് അമ്മയുടെ ശക്തമായ ഇടപെടൽ മകൻ്റെ അടുത്ത് നടത്തുകയും ആ മകനിൽ നിന്നും ഈശോയിൽ നിന്നും ധാരാളം ആമിധം അനുഗ്രഹങ്ങളും കൃപകളും തൻ്റെ അടുത്ത് വരുന്നവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രകടമായ തെളിവാണ്. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ അകന്നിടും എൻ്റെ ആകുലതകൾ, ആശ്വാസമേകും ഈ തിരുമണിക്കൂറിൽ ആനന്ദം നിറയ്ക്കണേ എൻ്റെ ഉള്ളിൽ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ അകന്നിടും എൻ്റെ ആകുലതകൾ, ആശ്വാസമേകും ഈ തിരുമണിക്കൂറിൽ ആനന്ദം നിറയ്ക്കണേ എൻ്റെ ഉള്ളിൽ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും. ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നിറയ്ക്കണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും. ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നിറയ്ക്കണമേ. 31-ാം തീയതി ഇടവക കുടുംബത്തിൽ നിന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സെമിത്തേരി സന്ദർശനവും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് അന്നേ ദിവസം എല്ലാവരും സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം 1-ാം തീയതി ദേവാലയവും ദേവാലയാങ്കണവും ഒക്കെ അലങ്കരിച്ച് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട്, ഇതുവരെ കുട്ടമ്പുഴ ഇടവക കാണാത്ത രീതിയിൽ അത്രമേൽ മനോഹരമായിട്ട് ഒരുങ്ങി. അത് കേവലം ഭൗതികമായ ഒരുക്കം മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത് പറയുക. കാരണം ഇടവകയിലെ മുഴുവൻ ആളുകളും കുമ്പസാരിച്ചൊരുങ്ങിയാണ് ഈ തിരുനാളിലേക്ക് പ്രവേശിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യമൊരുക്കുകയും അവരെല്ലാം അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ 1-ാം തീയതി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം ഔപചാരികമായിട്ട് കുറിച്ചു. അന്നേ ദിവസം വൈകിട്ട് 4 മണിക്കാണ് ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ജോസ് പുത്തൻവീട്ടിൽ പിതാവാണ് അന്നേ ദിവസം ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും കൊടിയേറ്റ് നടത്തി ഔപചാരികമായിട്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. പിന്നീട് ബുധനാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ എല്ലാം 3 കുർബാനകളാണ് നമുക്ക് ദേവാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ 3 കുർബാന നമ്മൾ സജ്ജീകരിച്ചതിൻ്റെ പിന്നിൽ എല്ലാ അംഗങ്ങളും, നമ്മുടെ ഇടവകാംഗങ്ങളും അതുപോലെ പുറമേ നിന്ന് വരുന്നവരും എല്ലാം ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥതയോട് ചേർന്ന് ഈശോയിൽ എത്തിച്ചേരുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ ആഗ്രഹമായിട്ട് നിലകൊള്ളുക. അങ്ങനെ 2-ാമത്തെ ദിവസമായ
2-ാം തീയതി നമ്മുടെ ഇടവകയിൽ ഇതിനു മുൻപ് ഇരുന്ന് കടന്നുപോയ എല്ലാ വികാരിയച്ഛന്മാരും വരികയും സാധിച്ചവരെല്ലാം എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ബലിയർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അത് ഇടവക ജനത്തെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെ സമയമായിരുന്നു. കാരണം മുൻപ് കടന്നുപോയ കാലഘട്ടങ്ങളിൽ അവരുടെ ഒപ്പം നിന്ന്, അവരുടെ മുമ്പിൽ നിന്ന്, അവരുടെ ചാരെ നിന്ന് അവരെ നയിച്ച അവരുടെ ഇടയന്മാർ അവരോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാലങ്ങൾ കൂടി കാണുന്നവരുണ്ട്. പഴയ ഓർമ്മകളൊക്കെ ഹൃദയത്തിലേക്ക് വന്നവരുണ്ട്. ചില ആളുകളുടെയൊക്കെ കണ്ണുകൾ നിറയുന്നത് വരെ കാണാനായിട്ട് ഇടയായി ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കൂട്ടായ്മ പഴയ വികാരിയച്ഛന്മാരോടൊപ്പം ആയിരുന്ന ഒരു ആടുകളും ഇടയനും എന്നുള്ള ആ ഒരു സങ്കല്പം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന ദിവസമായിരുന്നു അത്. തൊട്ടടുത്ത ദിവസം രാവിലത്തെ വിശുദ്ധ കുർബാനയും ഉച്ചയ്ക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് കോതമംഗലം രൂപതയുടെ പിരിയ ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ഛൻ പയസ് മലയക്കണ്ടത്തിലച്ഛനാണ് വിശുദ്ധ ബലി അർപ്പിച്ച് മനോഹരമായ സന്ദേശം നൽകിയത്. അച്ഛൻ്റെ ആ ഒരു സന്ദേശത്തിലൂടെ ഇടവക ജനം ആ ഒരു അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ നടുവിൽ എത്രമേൽ മനോഹരമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുൻപോട്ട് പോകുന്നു എന്നതും, തുടർന്ന് ഈ ഒരു വർഷം തന്നെ സഭ തന്നെ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ കൂടുതൽ പ്രത്യാശയോടെ മുൻപോട്ട് പോവുക എന്ന വലിയൊരു അർത്ഥവും അതിൻ്റെ പിന്നിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി, പറഞ്ഞു നൽകുകയുണ്ടായി. 4-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കത്തെയും വിശുദ്ധ കുർബാനകളും ബാക്കി ശുശ്രൂഷകൾക്കും എല്ലാം ശേഷം 4-ാം തീയതി സായാഹ്നത്തിൽ ഇടവക കുടുംബത്തിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് അഭിവന്യ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവാണ്. നാളെയും രാവിലെയും ഉച്ചയ്ക്കും നമ്മൾക്ക് പതിവുള്ളതുപോലെ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. നാളെ വൈകിട്ട് സുറിയാനി ഭാഷയിലുള്ള വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ രൂപതാംഗമായ സുറിയാനി പണ്ഡിതൻ സ്നേഹബഹുമാനപ്പെട്ട ജിൻഡു നെടുമ്പുറത്തച്ഛനാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. മറ്റന്നാൾ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് അടുക്കുന്ന സമയം. അന്നേ ദിവസം 6-ാം തീയതി രാവിലെ ഒരു വിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കത്തെ വിശുദ്ധ കുർബാന ഉണ്ടാകില്ല. വൈകിട്ട് 3 മണിക്ക് നമ്മുടെ ടൗണിൽ, കുട്ടമ്പുഴ ടൗണിൽ നമുക്കൊരു കപ്പേളയുണ്ട്, ടൗൺ കപ്പേള. ഈ ടൗൺ കപ്പേളയിൽ നിന്നും 3 മണിക്ക് ജപമാല പ്രദക്ഷിണം തുടങ്ങുകയാണ്. ഈ ജപമാല പ്രദക്ഷിണത്തിലേക്ക് നമ്മുടെ വെളിയച്ചാല്, കോതമംഗലം, കുറുപ്പമ്പടി, ഊന്നുകല്ല് തുടങ്ങിയ ഫൊറോനുകളിൽ നിന്നുമുള്ള എല്ലാ ഇടവകളിലെയും അംഗങ്ങൾ കടന്നു വന്ന് അവരൊരുമിച്ച് കോതമംഗലം രൂപതയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, ഞങ്ങളുടെ അപ്പൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനോടൊപ്പം കൈകളിൽ ജപമണികളുമേന്തി പ്രാർത്ഥനാ നിർഭരമായി ഈ പ്രദേശത്തെയും ഈ നാടിനെയും നമ്മുടെ രൂപതാ കുടുംബത്തെയും സമൂഹത്തെ മുഴുവനെയും ചേർത്ത് വെച്ച് പ്രാർത്ഥനാനിരതമാകുന്ന ഒരു ദിവസമാണെന്ന്. അന്ന് 3 മണിക്ക് കോതമംഗലം രൂപതയുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ഛൻ വിൻസെന്റ് നെടുങ്ങാട്ടച്ഛനാണ്. ആ ഉദ്ഘാടനത്തിന് ശേഷം അഭിവന്യ മടത്തിക്കണ്ടത്തിൽ പിതാവിനോടൊപ്പം പ്രാർത്ഥനാ നിർഭരമായി നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നു. തുടർന്ന് അന്ന് ദേവാലയത്തിൽ അഭിവന്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിനോടൊപ്പം ഇടവക സമൂഹവും ഈ പ്രദേശത്തുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പിറ്റേ ദിവസം 7-ാം തീയതി പ്രധാന തിരുനാളിൻ്റെ തലേ ദിവസം അന്നും രാവിലെ ഒരു വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെ തുടർന്ന് എല്ലാ ഭവനങ്ങളിലേക്കും അമ്പ് കൊണ്ടുപോകുന്ന ഒരു പതിവ് നമുക്കുണ്ട്. തുടർന്ന് വൈകിട്ട് ഏതാണ്ട് 3:30 വിവിധ പ്രദേശങ്ങളിലുള്ള അംഗങ്ങളെല്ലാം പലയിടങ്ങളിൽ നിന്നും പ്രദക്ഷിണങ്ങളായി വന്ന് ഒരുമിച്ച് ചേർന്ന് 3:30 മണിക്ക് ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടുന്നു. തുടർന്ന് ജപമാല പ്രാർത്ഥന. അന്നേ ദിവസം നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ്. അതേ തുടർന്ന് അന്ന് പ്രദക്ഷിണമുണ്ട്. കുറ്റിയഞ്ചാല് ഭാഗത്തേക്കുള്ള കപ്പേളയിലേക്കാണ് പ്രദക്ഷിണം പോയി പ്രാർത്ഥനാ നിർഭരമായി തിരികെ വന്ന് ചെറിയൊരു പാച്ചോറ് നേർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പ്രധാന തിരുനാൾ ദിവസം അന്ന് രാവിലെ ഒരു വിശുദ്ധ കുർബാന, 2-ാമത് വിശുദ്ധ കുർബാന 9:30 മണിക്ക്. ഏറ്റവും ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ടുകുർബാന. സെബാസ്റ്റ്യൻ ചൂരാനച്ചൻ CMI സഭാംഗമാണ്. വളരെ മനോഹരമായി ബലിയർപ്പിക്കുന്ന, ഗാനങ്ങൾ ആലപിക്കുന്ന, സ്വർഗീയ അനുഭൂതിയിലേക്ക് നമ്മളെല്ലാം ഉയർത്തുന്ന അദ്ദേഹത്തോടൊപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ ദിവസം തിരുനാൾ സന്ദേശം തരുന്നതിന് വേണ്ടി കടന്നു വരുന്നത് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറച്ചൻ പെരിയ ബഹുമാനപ്പെട്ട സ്റ്റാൻലി പുൽപ്പറയിലച്ചനാണ്. അതേ തുടർന്ന് നമ്മുടെ പ്രധാന തിരുനാൾ ദിവസത്തെ പ്രദക്ഷിണം നമ്മൾ ടൗൺ കപ്പേളയിലേക്ക് പോകുന്നു. എല്ലാ അംഗങ്ങളും തിരുസ്വരൂപങ്ങളോട് ചേർന്ന് പ്രാർത്ഥനാ നിർഭരമായി പ്രദക്ഷിണം നടത്തി തിരികെ ദേവാലയത്തിൽ വന്ന് ഏറെ സന്തോഷത്തോടുകൂടി ആ ദിവസങ്ങളിലെല്ലാം ആ ഒരു ആഘോഷത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു അനുഗ്രഹ ആശിസ്സുകൾ ഈശോയിൽ നിന്നും അവർക്ക് ലഭിച്ച കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് തിരികെ പോകുന്നു. അപ്പം പരിശുദ്ധ അമ്മ നിരന്തരം ഞങ്ങളെ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു, ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് ബലമാകുന്നു, ശക്തിയാകുന്നു. അമ്മയെ ഞങ്ങൾ മലക്കി പോകുന്നു എന്ന ആ ഒരു നിമന്ത്രണം അത് ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയുടെ കരത്തിൻ്റെ ആ ഒരു കരുണയുടെ തണലിൽ ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്.
നാളെ മറ്റൊരു ദേവാലയ മുറ്റത്ത് തിരുനാൾ പെരുമയുടെ കാഴ്ചകളുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.